ആദ്യം തന്നെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും മാക്സിമം നമ്മളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എന്താ പറയുക, നമ്മളെ വീട്ടിലൊക്കെ എല്ലാ ദിവസവും കറികൾ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ മല്ലിച്ചപ്പ് പുതിന ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങും. ഇതൊക്കെ വരുന്നത് ഓരോ നാട്ടിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിലൊക്കെ ഇതേമാതിരി വലിയ കൃഷിയുടെ ഭൂമികളിൽ നിന്ന് വരുമ്പോൾ ഓല് ഇതേമാതിരി ഒഴുകി വരുന്ന വള്ളത്തിലൊക്കെ മുക്കി തൽക്കാലം ഒന്ന് കളറാക്കിയിട്ടാണ് മാർക്കറ്റൊക്കെ വരുന്നത്. നമ്മളൊക്കെ പീടിയെന്ന് ഈ മല്ലിച്ചപ്പിൻ്റെ കെട്ടൊക്കെ എടുത്ത് നോക്കിയാൽ എന്താ അതിൻ്റെ തിളക്കം അല്ലേ? പ്രത്യേകിച്ച് ഒരു വള്ളത്തിൽ മുക്കി പെട്ടെന്ന് വാടാതെ കേട് വരാതെ നിൽക്കാൻ വേണ്ടിയിട്ട് വള്ളത്തിൽ മുക്കിയിട്ടാണ് വലിയ ലോഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ മാക്സിമം ഇത്തരത്തിലുള്ള വീഡിയോ ഒക്കെ നമ്മളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതാ വെരി സീരിയസ്, വെരി കാര്യത്തിലാണ് പറയണത്. ഫാമിലി ഗ്രൂപ്പ് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ വീട്ടുകാരൊക്കെ ഇത് വാങ്ങി ചിലവിലൊക്കെ നെവറാക്കി, പ്രത്യേകിച്ച് ഈ ബാച്ചിലേഴ്സൊക്കെ ചെക്കന്മാരാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് കേൾക്കാതെ വരെ ഉപയോഗിച്ച് കറിയിലിടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എത്രത്തോളം അതിൻ്റെ കേടുണ്ട് അല്ലേ? ഒരിക്കലും ഇവർക്ക് നല്ല ശുദ്ധമായ വള്ളത്തിൽ അത് കഴുകി മാർക്കറ്റൊക്കെ കൊണ്ടുവന്ന് വിൽക്കാമെന്ന് ഏതൊരു കൃഷിക്കാരനും കഴിയൂല. കാരണം ഓല് നമ്മളെ നടക്കുന്ന പണിയല്ല. കാരണം ഓല് ബിസിനസ്സാണ്. എത്ര പെട്ടെന്ന് സാധനം ചിലവാക്കുക, അവരുണ്ടാക്കിയെടുത്ത സാധനം എത്ര പെട്ടെന്ന് കച്ചവടമാക്കുക, ലാഭം കൊയ്യുക, അതാണ് ബിസിനസ്സുകാരുടെ ലക്ഷ്യം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ ഇതേമാതിരി ഞാനൊക്കെ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സേലം മധുര ഭാഗത്തൊക്കെ പോയാൽ ഒരുപാട് കൃഷികൾ ഇതേമാതിരി വലിയ പാടഭൂമികളിൽ നിന്ന് വരുമ്പോൾ ഇതേമാതിരി ഇതിങ്ങനെ വരുന്ന ചെറിയ ചെറിയ ചാലുകൾ വള്ളങ്ങളൊക്കെ ഉണ്ടാവും. അതിന് തന്നെ മുക്കുക, ഇങ്ങനെ ലോഡ് കയറ്റുക അല്ലേ? പ്രത്യേകിച്ച് നമ്മളെ പച്ചക്കറി പീടികയിൽ വരെ ഇത്തരത്തിലുള്ള സാധനങ്ങൾ എത്തി അതിൻ്റെ മേലെ ഒരു വള്ളം കുടഞ്ഞ് ഇങ്ങനെ കേട് വരാതെ നിൽക്കാൻ വേണ്ടിയിട്ട്, തണുപ്പെട്ടി നിൽക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു വീഡിയോ നമ്മൾ മാക്സിമം നമ്മളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഒന്ന് അറിയിച്ചു കൊടുക്കുക. പ്രത്യേകിച്ച് നമ്മളെ വീട്ടുകാരൊക്കെ ഒന്ന് സ്വയം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നല്ലോണം കേൾക്കുക, നല്ല വള്ളത്തിലിട്ട് കേക്കിട്ട് ഉപയോഗിക്കുക. അത്രയ്ക്കും മലിനമായ വള്ളത്തിലേക്ക് എവിടെ നിന്നൊക്കെ ഒലിച്ച് വരുന്ന വള്ളം ഉണ്ടാവും. ബാക്കി നമ്മൾ പറയണ്ടല്ലോ, നമുക്ക് ഊഹിച്ചാൽ മതി. പാടത്തുകൾക്കൊക്കെ ഇത്രമാതിരി കൃഷിയുടെ ഭൂമികളിൽ നിന്നൊക്കെ എവിടെ നിന്നൊക്കെയോ വരുന്ന വള്ളങ്ങളുണ്ടാവും. അതിനൊക്കെ ഇത് മുക്കിയിട്ടാണ് വെക്കുന്നത്. ഇതെല്ലാം നമ്മളെ പള്ളൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് വെറുതെ അല്ല. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അധികം ആൾക്കാർക്കും രോഗബാധിതരാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അത്രക്കും മോശമായ വള്ളത്തിലൊക്കെ കേക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള സാധനങ്ങൾ വരുന്നത്. പ്രത്യേകിച്ച് ബാച്ചിലേഴ്സ് ചെക്കന്മാരൊക്കെ വെറുതെ ഇങ്ങനെ ആക്കിയിട്ടാണ്ട് നമ്മളെ കറികളിൽ ഉപയോഗിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ മാക്സിമം നമ്മൾ വീട്ടിലൊക്കെ എന്താ ചെയ്യുക, കുറച്ചേരം വള്ളത്തിലൊക്കെ ഇട്ട് മാറി മാറിയൊക്കെ കേക്കി കഴിയണതും നമ്മളതായ രീതിയിൽ അപ്പോൾ ഒന്ന് വൃത്തിയാക്കി എടുക്കുക, ഇങ്ങോട്ട് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ മാക്സിമം ഈ ഒരു വീഡിയോ ഉപകാരത്തിലുള്ളതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ട് എടുക്കാതെ ഒന്ന് സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മാക്സിമം നമ്മളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഒന്ന് എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കുക. ഓക്കെ, അങ്ങനെ ശ്രദ്ധിക്കുക എല്ലാവരും.